അത് കാണുമോന്നറിയില്ല. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. ബത്തേരിയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം, ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, അമ്മയുണ്ട്, ഏട്ടനുണ്ട്, മക്കളുണ്ട്. അച്ഛൻ മാത്രം വന്നിട്ടില്ല കേട്ടോ. അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പോയതിനിതാ നല്ല തണുത്ത വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു. അമ്മ കഴിച്ചില്ല കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ തണുപ്പുള്ളൊന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ അമ്മ കഴിച്ചില്ല. പിന്നെ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ്, പക്ഷേ ചേച്ചീനെ കെട്ടിച്ചത് പാട്ടുവയിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചീനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷമായിട്ടോ ഞാൻ ചേച്ചീനെ കണ്ടിട്ട് തന്നെ. അനിയൻ്റെ കല്യാണത്തിന് മറ്റേ കണ്ടതാന്ന് തോന്നുന്നു. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്, ഇത്ര കാലമായി ഞങ്ങൾ കണ്ടിട്ടെന്നറിയോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ബൊഫേ ആയിരുന്നു. ഞങ്ങൾ എന്താ കഴിച്ചത്? പൊറോട്ട കഴിച്ചു, ബിരിയാണി കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, നൈനുവിന് ഐസ്ക്രീമിനോടൊന്നും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്നറിയില്ല, അവൾ കഴിച്ചത് കൂടി എനിക്ക് കൊണ്ട് തന്നിട്ട് അമ്മ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വന്ന വരവിൽ മീനങ്ങാടി ചെണ്ടക്കുനിയോ അവിടെ എവിടെയോ ഞങ്ങളൊരു കടയിലേക്ക് കൊണ്ടുപോയിട്ട്, കടയുടെ പേര് സെഞ്ചുറി പ്ലാസ്റ്റിക് എന്നാണ്. അതൊരു ഹോൾസെയിൽ കടയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല വില കുറവുണ്ടായിരുന്നു. ഏട്ടന് എന്തോ ഒരു ചെറിയ കുപ്പി വാങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷേ വാങ്ങി അവസാനം വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല എന്നല്ല. ഉണ്ടാക്കി തക്കോ അമ്മ നോക്കമ്മ തക്കോ തട്ടുന്നു. രണ്ടുപേരും എവിടെ പോയാലും തല്ലുകൂടിക്കൊണ്ടിട്ട് നടക്കുക. നമ്മളും ചെറുപ്പത്തിൽ ഇതുപോലെയൊക്കെ തല്ലുകൂടിക്കൊണ്ടല്ലേ നടന്നതല്ലേ. ഇപ്പോഴല്ലേ അവരൊക്കെ തല്ലുകൂടുള്ളൂ. കുറച്ച് കഴിയുമ്പം അതൊക്കെ മാറില്ലേ അല്ലേ, ആ കുട്ടിക്കളിയൊക്കെ മാറൂലേ. സത്യം പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കണ്ടാൽ തന്നെ നമ്മൾ വാങ്ങിപ്പോവും. പിന്നെ എന്തൊക്കെയാ എന്തിനൊക്കെയോ ഇതൊന്നും അറിയില്ല, അത്രയും സാധനങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തിന് ഉപയോഗം എന്താണെന്ന് പോലും അറിയില്ല. ഒരുപാട് സാധനങ്ങൾ, നല്ല രസമുണ്ട്. എന്താ എടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. എന്തായാലും ഏട്ടനെ കുറച്ച് മുടിപ്പിച്ചിട്ടാണ് ഞാനും അമ്മയും മക്കളും കൂടി വന്നത്. പക്ഷെ മക്കളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് പൗച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ വിചാരിച്ചതായിരുന്നില്ല കിട്ടിയത്. അപ്പോൾ പിന്നെ അവൾ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് 2 സ്റ്റൂള് വാങ്ങേണ്ട കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും രണ്ടാമത് പോയി വാങ്ങിയിട്ട് വന്നേ. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.